എല്ലാത്തരം പാപങ്ങളും അയാൾ ചെയ്തിരുന്നു. സ്വർഗീയ കോടതി മുമ്പാകെ അയാൾ ഹാജരാക്കപ്പെട്ടു. അബ്രാഹവും ദാവീദും പത്രോസ്ലീഹായും വിശുദ്ധ ലൂക്കായും ഒക്കെയാണ് കോടതിയിൽ ബെഞ്ചിൽ ഹാജരായിരിക്കുന്നത്. ഒരശരീരി ശബ്ദം അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ അവിടെ അവതരിപ്പിച്ചു. എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ കടത്തുക? തനിക്ക് ഇവിടെ പ്രവേശനമില്ല. അങ്ങനെ പറയരുത്. പിതാവായ അബ്രഹാമെ അന്ന് പോലും ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലേ? അന്ന് രക്ഷയ്ക്ക് വേണ്ടി ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞില്ലേ? എന്നോട് ക്ഷമിക്കണം. എന്നാലും ഇത്രയും പാപിയായ മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ കയറ്റാൻ പറ്റത്തില്ല. ഇയാൾ ചെയ്യാത്ത വല്ല പാപമുണ്ടോ? അല്ലയോ ജെസ്സിയുടെ മകനായ ദാവീദ് രാജാവേ, അങ്ങ് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ പാപങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങൊന്ന് ഓർത്താലും അങ്ങ് വലിയ പല പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഊറിയായുടെ സുന്ദരിയായ ഭാര്യയുമൊത്ത് ശയിച്ചതും ഊറിയായെ കൊല്ലാനായി ഏർപ്പാട് ചെയ്തതും ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിന്റെ കാരുണ്യം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ എന്നോടും കരുണ കാണിക്കണം. എടോ, തനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? താൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ദാവീദ് പാപം ചെയ്താലും ദൈവത്തെ സ്നേഹിച്ചു. താൻ യേശുവിന്റെ തിരുനാമം എത്ര തവണയാണ് വൃത ഉപയോഗിച്ചത്? അങ്ങനത്തെ അല്ല പത്രോസ്ലീഹായി. അസഹനീയമായ കോപം ഉണ്ടായപ്പോൾ മാത്രമേ ഞാൻ യേശുവിന്റെ നാമം വൃത ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ അങ്ങൊരു കാര്യം ഓർക്കണം. യേശു അങ്ങയെ എത്ര താല്പര്യപൂർവ്വമാണ് ശിഷ്യന്മാരോട് തലവനാക്കിയത്. യേശുവിന്റെ പീഡാസഹനത്തിന്റെ സമയത്ത് അവിടുത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അങ്ങ് ഉറങ്ങുകയായിരുന്നില്ലേ? യേശുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണെന്ന് വീരവാദം മുഴക്കിയ അങ്ങ് തന്നെയല്ലേ 3 തവണ തന്റെ പ്രിയ ഗുരുവിനെ അറിയുകയില്ലെന്ന് ആണയിട്ട് പറഞ്ഞത്? അതുകൊണ്ട് എന്നോട് ദയ കാണിക്കണം. താൻ അധികമൊന്നും സംസാരിക്കണ്ട. തന്റെ ജീവിത ചരിത്രം മുഴുവൻ ദുഷ്ടം നിറഞ്ഞായിരിക്കുന്നു. സ്വർഗത്തിൽ തന്നെ പോലെയുള്ളവർക്ക് സ്ഥാനമേ ഇല്ല. വളരെ ശരിയാണ്. എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെല്ലാം വാസ്തവമാണ്. പക്ഷേ സ്വർഗരാജ്യത്തിൽ ശരിക്കും ഒരു സ്ഥാനമുണ്ട്. ഇവരൊക്കെ പാപം ചെയ്തവർ ദൈവത്തിന്റെ അനന്ത കാരുണ്യം അനുഭവിച്ചവരുമാണ്. എന്നെപ്പോലെയുള്ള പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മറന്നുപോയ
സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയായി. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം പോയി പഠിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സഹോദരങ്ങളെ, നാടകം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തുടരുകയും ചെയ്യും. നന്ദി.